എക്സൈറ്റഡ് ആഫ്റ്റർ 3 months ഞാൻ ദുബായ് എത്താൻ പോവാണ്. ചേട്ടൻ പോവാണ്. ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. എക്സൈറ്റഡ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ ടുഡേ ഐ എം ട്രാവലിംഗ് ബാക്ക് ടു UAE. അച്ഛനും അമ്മയും ഇന്നും കൂടെയാണ് ഇന്ന് എയർപോർട്ടിലെല്ലാം കൊണ്ടാക്കി. ചെക്കിനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. സോ വി ആർ അബൌട്ട് ടു ബോർഡ് ടു ഫ്ലൈറ്റ്. So happy, so excited. After 3 months ഞാൻ ദുബായ് എത്താൻ പോവാണ് ഗൈസ്. ഫ്ലൈറ്റിൽ കയറി 3.5 hours മോർ നമ്മൾ ദുബായിലെത്തും. 3 മാസമായി ഗൈസ് ഞാൻ നാട്ടിൽ വന്നിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ ഭയങ്കര സങ്കടവും ഉണ്ട്. കാരണം ഇവിടെ എല്ലാവരെയും മിസ് ചെയ്ത് പോയി. ഭയങ്കര അറ്റാച്ച്ഡായി എല്ലാവരുമായിട്ടും. അവിടെ അച്ഛനും അമ്മയും അനിയത്തിനും ഒക്കെ മിസ് ചെയ്യും. പിന്നെ എല്ലാവരെയും, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും. ബിക്കോസ് കല്യാണ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര അറ്റാച്ച്ഡായിരുന്നു. എൻ്റെ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇറങ്ങിയ സമയത്ത്. ഒത്തിരി മിസ് ചെയ്യും. നമ്മൾ പ്രയോറിറ്റി ചെക്കിന് എടുത്തത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ കയറി. ചേട്ടൻ അവിടെ അധികം ഹാപ്പിയാണ്. മൂവിങ് ടു ദുബായ്. റൂമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എന്നാലും വിഷമമുണ്ട്. ടു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അവിടെ ചെന്നിട്ട് ഇനി ജോബ് നോക്കണം. എല്ലാം പുതിയൊരു ലൈഫായിരിക്കും. ഫ്ലൈറ്റ് കുറച്ച് ഡിലേഡ് ആയിരുന്നു. ആൻഡ് ദെൻ ടേക്ക് ഓഫ് ആയി. ചേട്ടൻ ഫുഡും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. ആൻഡ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഏർലി മോർണിംഗ് വി ലാൻഡഡ് ഇൻ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ഒറ്റയ്ക്ക് പൊതുവേ അങ്ങനെ ട്രാവലൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ആൻഡ് ഓൺലി വൺ ഐ ട്രാവൽഡ് വാസ് ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് വെഡ്ഡിങ് ഫോർ 2 days. സോ ആഫ്റ്റർ ദാറ്റ് ഇപ്പോഴാണ് ഒറ്റയ്ക്ക് വീണ്ടും ട്രാവൽ ചെയ്യുന്നത്. ലഗേജ് എല്ലാം കളക്ട് ചെയ്തു. പോവാണ്. ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. എക്സൈറ്റഡ്. 4 മണിയായി ഗൈസ്. ഫ്ലൈറ്റ് കുറച്ച് ഡിലേഡ് ആയിരുന്നു. ഇവിടെ 4 o'clock ആയി. ഇപ്പോൾ പ്രയോറിറ്റി ചെക്കിനുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ബാഗേജ് ആദ്യമേ വന്നു. ഫൈനലി വി മെറ്റ്. നമ്മൾ 15 ദിവസമായി കണ്ടിട്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു എന്നാ വരുന്നതെന്ന്. സോ എത്തിയിട്ടുണ്ട് ഗൈസ്. ബാക്ക് ടു UAE. ഇനിയാണ് എന്തൊക്കെയോ എനിക്കറിഞ്ഞൂടാ. ഇനി ഞാൻ ഒറ്റയ്ക്കൊരു വീട് നോക്കണം. ദുബായിലൊരു റൂം എടുത്തിട്ടുണ്ട്. ആൻഡ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ എക്സൈറ്റഡ്. അതുപോലെ തന്നെ നല്ല ടെൻഷനും നല്ല പേടിയും ഉണ്ട്. എനിക്ക് കുറച്ച് റീസെൻ്റ്ലി എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ചെറിയൊരു പരിചയമുണ്ട്. കുക്കിങ് ഒക്കെ കാര്യങ്ങളും എല്ലാം. പക്ഷേ ദുബായ് എന്ന് പറയുമ്പം ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ക്വീൻ. ഞാൻ അവിടെ നിന്ന് ഫുള്ളായിട്ട് ദുബായിലോട്ട് ഷിഫ്റ്റിങ് പോലെ എനിക്ക്. അപ്പോൾ വേറൊരു പ്ലേസ് ലിറ്ററലി എനിക്കങ്ങനെ വലിയ പരിചയമോ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്കത് ഫുള്ള് ഞാൻ പഠിച്ച് വരണം ഇനി. അപ്പം അതിൻ്റെ ടെൻഷനുണ്ട്. പിന്നെ നല്ല ജോബ് കിട്ടണം, അതിൻ്റെ ടെൻഷനുണ്ട്. സോ ഐ ഹാവ് ടു വർക്ക് മോർ ഓൺ ദാറ്റ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി. സോ ഹാപ്പി ആൻഡ് ഐ മിസ് എവ്രി വൺ. നാട്ടിൽ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഈ കഴിഞ്ഞ 3 months പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഹാപ്പി ആയിരുന്നു. ആഫ്റ്റർ മാരേജിൻ്റെ ഞാൻ അറൗണ്ട് ഒരു മാസം കുറച്ച് ദിവസം കൂടെ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും ഏട്ടൻ്റെ വീട്ടിൽ. അതിലേറെ സന്തോഷം. ഓരോ ദിവസവും മെമ്മറബിൾ ആയിരുന്നു. സോ ഹാപ്പി. ഞാൻ എല്ലാവരും മിസ് ചെയ്യും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അടുത്തതിന് പോകുമ്പോൾ ഇതിൽ നിന്ന് സന്തോഷത്തോടെ എല്ലാവരെയും കാണാൻ പറ്റണം. അതാണ് പ്രാർത്ഥന. ഒബ്വിയസ്ലി നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഗ്രേറ്റ്ഫുൾ ഫോർ എവറിതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ്. ഒരുപാട് പ്രാർത്ഥനയോടെ ഇവിടെ നിന്ന് യാത്ര ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടെ തിരിച്ചെത്താൻ പറ്റി. ദൈവത്തിന് ഒരുപാട് നന്ദി. ആൻഡ് താങ്ക് യു എവ്രി വൺ ഹൂഎവർ made me happy with all your prayers, presence and blessings. കല്യാണത്തിന് ശേഷം വരുന്നതാണ്. സോ ഹാപ്പി. എല്ലാം നല്ലതായിട്ട് നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. And then we reached our new home.
ആൻഡ് നെക്സ്റ്റ് ഡേ എൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. എല്ലാവരെയും കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. സോ വി ഹാഡ് എ വെരി ഗുഡ് ടൈം ടുഗെദർ. So that's all for today. അപ്പോൾ thank you so much for watching. And വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And keep on watching for more videos. അതുവരേക്കും bye.